പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ചാനൽ 24 കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ചാനൽ നമ്പർ 19-ലും ACV കേബിൾ നെറ്റ്വർക്കിൽ 126-ലും ലഭ്യമാണ്. 24 ആദ്യം ആധികാരികം. പ്രിയപ്പെട്ട അശോകേട്ടൻ, എൻ്റെ സലീം ഭായി, ദിലീപ്, ഇവരെ കാണുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ പണ്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും അസോസിയേറ്റ് ഡയറക്ടറായിട്ടും ഡയറക്ടറായിട്ടും ആ കാലമാണ് പറഞ്ഞത്. എനിക്കൊന്ന് ഇവർ 3 പേരും ഒന്നിച്ച് ആദ്യം ഞാൻ വർക്ക് ചെയ്യുന്ന സിനിമ ഉദയവര സുൽത്താനാണ്. ഇത്രയും ചെയിൻ കോമഡി ഉള്ള ഒരു പടം എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഇല്ലാത്ത പടങ്ങൾ ഇപ്പൊ ഞാൻ ഡയറക്ട് ചെയ്ത പടം ഇതിന് പറക്കുന്നളിക, ഇവര് 3 പേരുടെ കോശി, പിന്നെ സുന്ദരൻ, ഉണ്ണി, ഈ 3 ക്യാരക്ടേഴ്സ് ഒക്കെ നമുക്ക് ജീവിതത്തിൽ പറയാം. ഇവരുടെ കൗണ്ടറും ഇവരുടെ ഇംപ്രൂവൈസേഷനും ഒരിക്കലും തൃപ്തിയാകാത്ത ദിലീപും എത്ര കോമഡി ആയാലും പുള്ളിക്ക് അറിയില്ല. അവസാനം നൃത്തം എന്ന് പറയുന്നത് സലീം ഭായി ആയിരുന്നു. ശരിക്കും മൂസയുടെ ഒക്കെ റെഫറി ആയിരുന്നു സലീം ഭായി. അതായത് കംപ്ലീറ്റ് ലെജൻസ് അല്ലേ, അമ്പിളിച്ചേട്ടൻ, ഉണ്ണിയേട്ടൻ, എല്ലാരും ഇങ്ങനെ തമാശകൾ വിളവിക്കൊണ്ടിരിക്കുക. സീൻ എടുക്കാൻ നേരത്തെ തന്നെ അത് സീൻ എടുത്ത് നമ്മൾ വായിച്ചു കഴിഞ്ഞാല് എന്തായാലും ആ സീൻ എടുക്കാൻ 1 മണിക്കൂർ മതിയെങ്കിൽ തന്നെ ഒരു 3 മണിക്കൂർ നേരം അതൊന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കണം. അത് പറഞ്ഞ് കൗണ്ടർ നിറച്ചതിന് ശേഷം എടുക്കുള്ളൂ. ദിലീപ് അല്പം കുറെ കൂടെ കൂട്ടാൻ നോക്കും. അപ്പൊ സലീം ഭായി പറയും, എടാ അത് മതി. അതുകൊണ്ട് എന്റെ സിനിമയുടെ റെഫറി ആയിരുന്നു പുള്ളി, മൂസയുടെ റെഫറി. അല്ല, നമ്മള് ഓരോ സിനിമയും ഓരോ മിഷൻ പോലെയാണ്. നമുക്ക് അതിന് സെക്കൻഡ് ചാൻസ് ഇല്ല. ആ ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന് ടോട്ടാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ സിനിമകൾ വിജയിച്ചതിന്റെ എടുത്തു പറയേണ്ട ആൾക്കാരാണ്. ഇപ്പൊ ഞാൻ ചെയ്ത ഒരുപാട് സിനിമകളിൽ ലെജൻസുകളുടെ ബഹളമാണ്. അതിനുശേഷം പുതിയതായിട്ട് സുരാജ് വന്നു. കാരണം നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹവും അതുപോലെ പരസ്പര ബഹുമാനവും ഒക്കെ ഉള്ള ആൾക്കാരാണ്. അതുമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞങ്ങൾ ഫാൻസാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അശ്വൻ ചേട്ടൻ്റെ ഫാനാണ്, ഞാൻ സലീമിന്റെ ഫാനാണ്. ഇതുപോലെ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും എടാ അത് വേണ്ട, അല്ലെങ്കിൽ ഇതാ ഈഗോ ഇല്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ സിനിമ ചെയ്തുകൊണ്ടിരുന്നത്. എന്തും തുറന്ന് പറയാൻ പറ്റും. ഞങ്ങളുടെ സെറ്റിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും അവിടെ ഇങ്ങനെ ഇരിക്കുന്ന പാസഞ്ചർ സർ റെഡി, അങ്ങനെ വാടാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ആ ഒരു ബന്ധത്തിൽ നമ്മൾ സിനിമ ചെയ്തിരുന്നത്. ഞാൻ ചോദിക്കട്ടെ, അതായത് അതിനകത്ത് ഇപ്പൊ നമുക്ക് അറിയാം ടോം ആൻഡ് ജെറി ഹ്യൂമറിന്റെ ബഹളമുള്ള. അതിന് മുമ്പ് എനിക്ക് കൂടെ പറക്കുന്നളിയിൽ നിങ്ങൾ ഓൾറെഡി മറ്റേ ഡ്രാഫ്റ്റ് എഴുതി, അത് കഴിഞ്ഞപ്പോ അതിന്റെ ഫുൾ ഡ്രാഫ്റ്റ് വന്നത് ഇതിലാണ്. ഇതിനകത്ത് 2 ബെഡ് എടുത്ത് വെച്ച് ചാടുന്നതൊക്കെ അന്ന് ഗ്രാഫിക്സ് അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു കാലഘട്ടമല്ല. അല്ല അതൊക്കെ എങ്ങനെ ചെയ്തു? ഇത് ഞാൻ ശരിക്കും നമുക്കിത് പിന്നെ കാണാൻ ഇതൊന്നുമില്ല, മോണിറ്ററില്ല. സാലുവേട്ടൻ ക്യാമറാമാനെ മാത്രം വിശ്വസിച്ചാണ്. അത് നമ്മുടെ ഗുരുവാണ്. ഈ പറഞ്ഞ അത് വിശ്വസിച്ചിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട്, അശോകന്റെ ഒരു ക്ലോസ് ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒരു കുതിപ്പ് എടുത്തു. പിന്നെ നമ്മൾ ഗ്രാഫിക്സ് അശോകനെ എടുത്തു. ബെഡുണ്ട്. എനിക്ക് അശോകൻ ഡബിങ്ങിൽ ഒരു സാധനം ഇട്ടുണ്ട്. വീണ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടായി ബെഡ് വന്ന് പുറകിൽ വീണു. ഉടനെ പുള്ളി പുറകെ ഉണ്ടായിരുന്നല്ലേ. ഞങ്ങളെ സിനിമകളൊക്കെ ഞങ്ങൾ ചെയ്യാൻ പിക്നിക്കിന് വരുന്ന പോലെ നേരം വെളുത്താൽ മതി. അത് ഈ പടക്കം മേടിക്കുന്നു വിഷുവിന് പടക്കം മേടിച്ച് വെച്ചിട്ട് നമ്മൾ കുറച്ച് പടക്കം എടുത്ത് മാറ്റി വെക്കും വെളുപ്പിന് പൊട്ടിക്കാൻ വേണ്ടി. എന്നിട്ട് അത് ഉറങ്ങൂല, രാത്രി ഉറക്കം വരില്ല. എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞാൽ നേരം വെളുത്താൽ മതി. പഞ്ചാബി ഹൗസിൽ സെറ്റിലേക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ സെറ്റിലേക്ക് കൊതിച്ച് ചെയ്ത പടങ്ങളാണ് അതൊക്കെ. എത്രയൊക്കെ ആയ സ്ഥിതിക്ക് ആ മീശ മാധവല്ലേ വിഷുക്കണിയും കൂടെ കാണിച്ചിട്ട് നമുക്ക് തുടങ്ങാം. വേണ്ട, എനിക്ക് മാത്രമായിട്ട് പിന്നെ മതി, ഇപ്പൊ വേണ്ട.